ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം വാസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും. ഇന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം അധ്യായം 8 വിവരിക്കാം. കഴിഞ്ഞ ഭാഗത്ത് 6, 7 അധ്യായങ്ങളായിരുന്നു വിവരിച്ചിരുന്നത്. പ്രഹ്ലാദൻ അസുര കുട്ടികൾക്ക് തൻ്റെ കൂടെ ഗുരുകുലത്തിൽ പഠിക്കുന്ന ഷണ്ഡാമർക്കന്മാരോട് ശിക്ഷണത്തിൽ ഗുരുകുലത്തിൽ പഠിക്കുന്ന അസുര കുട്ടികൾക്ക് ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കുകയായിരുന്നു. പ്രഹ്ലാദൻ്റെ ഉപദേശം വളരെ ലളിതവും നിർദോഷവുമായിരുന്നതിനാൽ അസുരകുമാരന്മാർ അതിനെ സ്വീകരിച്ചു. ഷണ്ഡാമർക്കന്മാർ പഠിപ്പിച്ചതൊക്കെ അവർ മനസ്സാ ഉപേക്ഷിക്കുകയും ചെയ്തു. ഗ്രാമത്തിൽ നിന്നും മടങ്ങി വന്ന ഷണ്ഡാമർക്കന്മാർ അസുരക്കുട്ടികളുടെ മനസ്സെല്ലാം ഏകനായ പരമാത്മാവിൽ ഉറച്ചതായി കണ്ടു. ഭയപ്പെട്ട് ഓടിച്ചെന്നവർ ഹിരണ്യകശിപുവിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങളുടെ കണ്ണു തെറ്റിയ അല്പസമയത്തിനുള്ളിൽ പ്രഹ്ലാദൻ അസുരബാലന്മാരെയെല്ലാം ഉപദേശിച്ച് അവനെ പോലെ ഭക്തരാക്കി തീർത്തിരിക്കുന്നു. ഇങ്ങനെ അപ്രിയ വിവരം കേട്ട് കോപം കൊണ്ട് മതിമറന്ന ഹിരണ്യകശിപു പ്രഹ്ലാദനെ സ്വയം കൊല്ലുവാൻ തന്നെ നിശ്ചയിച്ചു. ഗുരുനാഥന്മാർ ആജ്ഞയനുസരിച്ച് പ്രഹ്ലാദനെ കൂട്ടിക്കൊണ്ടുവന്നു. വിനയസമ്പന്നനായി കൈകൂപ്പി തൊഴുതുകൊണ്ട് നിൽക്കുന്ന പ്രഹ്ലാദൻ ഒരു ഭാഗത്ത്, ചവിട്ടുകൊണ്ട് സർപ്പത്തെ പോലെ കോപം കൊണ്ട് ചീറ്റിക്കൊണ്ട് നിൽക്കുന്ന ഹിരണ്യകശിപു മറുഭാഗത്ത്. പ്രഹ്ലാദനെ കഠിനമായി ശകാരിച്ചുകൊണ്ടും ദഹിപ്പിക്കുന്ന വിധത്തിൽ നോക്കിക്കൊണ്ടും അസുര ചക്രവർത്തി പറയുകയാണ്: വിനയമില്ലാത്തവനെ, ദുർബുദ്ധേ, കുലത്തെ നശിപ്പിക്കുന്നവനെ, എൻ്റെ കൽപ്പനയെ ധിക്കരിക്കുന്ന നിന്നെ ഞാനിതാ കൊല്ലാൻ പോവുകയാണ്. അതിനു മുൻപ് ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ. ഞാൻ കോപിച്ചൊന്ന് നോക്കിയാൽ 3 ലോകങ്ങളും ഭയപ്പെട്ട് വിറയ്ക്കും. അപ്രകാരമുള്ള എൻ്റെ കൽപ്പനയെ ധിക്കരിക്കുവാനുള്ള ശക്തി നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? പ്രഹ്ലാദൻ മറുപടി പറയുകയാണ്: അല്ലയോ രാജാവേ, എനിക്ക് മാത്രമല്ല അങ്ങയ്ക്കും എല്ലാവർക്കും ശക്തി നൽകുന്നത് പരമാത്മാവായ ഭഗവാനാണ്. ശക്തിയുടെ ഉറവിടം ആ പരമാത്മാവാണ്. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സകല ചരാചരങ്ങളും പരമാത്മാവായ ഭഗവാന്റെ അധീനത്തിലാണ് നിൽക്കുന്നത്. അങ്ങയ്ക്ക് 3 ലോകങ്ങളെയും വിറപ്പിക്കുവാനുള്ള ശക്തി കിട്ടുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? അത് ഭഗവാനിൽ നിന്ന് മാത്രമാണ്. എനിക്കും ആ ശക്തി കിട്ടുന്നത് ഭഗവാനിൽ നിന്നാണ്. ഈശ്വരനെന്നും കാലമെന്നും പറയുന്നത് ആ ഭഗവാനാണ്. ഇന്ദ്രിയബലം, ശരീരബലം, മനോബലം എന്നിവയായിരിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ്. പരമപുരുഷനായ അവിടുന്ന് തന്നെയാണ് സത്വരജസ് തമസ് എന്നീ 3 ഗുണങ്ങളെ കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങ് അസുര സ്വഭാവം ഉപേക്ഷിക്കൂ. മനസ്സിനെ ശാന്തമാക്കി അടക്കൂ. അടക്കമില്ലാതെ തെറ്റായ വഴിയിലൂടെ പോകുന്ന മനസ്സാണ് അങ്ങയുടെ ശത്രു. മനസ്സിൻ്റെ അടക്കമാണ് ഏറ്റവും വലിയ ഈശ്വര ആരാധന. ജ്ഞാനമാണ് നമ്മൾ ഓരോരുത്തരുടെയും വിലമതിക്കാൻ കഴിയാത്ത സ്വത്ത്. ആ ജ്ഞാനത്തെ കൊള്ളയടിക്കുന്ന 6 കള്ളന്മാരാണ് കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ 5 ഇന്ദ്രിയങ്ങളും 6ാമത് മനസ്സും. അവയെ ജയിക്കാതെ 10 ദിക്കുകളും ജയിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കാൻ കഴിഞ്ഞവന് എല്ലാ ജീവജാലങ്ങളെയും ആത്മസ്വരൂപേണ സമമായി കാണാൻ കഴിയും. അങ്ങനെയുള്ള ജ്ഞാനിക്ക് തന്നിൽ നിന്ന് അന്യമായി ഒന്നിനെയും കാണാൻ കഴിയില്ല. അതിനാൽ എനിക്ക് എവിടെ നിന്നാണ് ശക്തി കിട്ടുന്നതെന്ന് അറിയണമെങ്കിൽ അവനവന് ശക്തി കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയാൽ ശക്തിയുടെ ഉറവിടം ആത്മാവിൽ നിന്നാണെന്നുള്ളത് ബോധ്യപ്പെടാൻ കഴിയും. പ്രഹ്ലാദന്റെ ഈ മറുപടി കേട്ടിട്ട് ഹിരണ്യകശിപു പറയുകയാണ്: നീ നിശ്ചയമായും മരിക്കാൻ ബന്ധപ്പെടുകയാണ്. അതാണ് നീ അർത്ഥമില്ലാതെ പലതും പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പോലും ജ്ഞാനോപദേശം ചെയ്യാൻ പുറപ്പെടുന്നത്. നിർഭാഗ്യവാനായ കുട്ടി, ഞാനല്ലാതെ ഒരു ജഗദീശ്വരൻ ഉണ്ടെന്ന് നീ പറഞ്ഞുവല്ലോ. എവിടെയാണ് നിന്റെ സർവേശ്വരൻ? സർവത്ര എന്ന് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു.
എവിടെയാണ് നിന്റെ ജഗദീശ്വരൻ ചോദിച്ചപ്പോൾ സർവത്ര എന്ന് വെച്ചാൽ ഇവിടെ എല്ലായിടവും സർവത്ര നിറഞ്ഞു ഇരിക്കുന്നു. എങ്ങും നിറഞ്ഞവനാണെങ്കിൽ എന്തുകൊണ്ട് ഈ തൂണിൽ കാണുന്നില്ല എന്ന ചോദ്യത്തിന് ഞാൻ കാണുന്നുവല്ലോ എന്ന് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു. ഈ തൂണിൽ നിന്റെ ഭഗവാനെ ഞാൻ കാണുന്നില്ലല്ലോ. അപ്പോൾ പ്രഹ്ലാദൻ പറയുകയാണ്, ഞാൻ കാണുന്നുണ്ടല്ലോ. ഹിരണ്യകശിപു നോക്കുമ്പോൾ തൂണ് മാത്രമേ കാണുന്നുള്ളൂ. പ്രഹ്ലാദൻ നോക്കുമ്പോൾ ഭഗവാനെ മാത്രമേ തൂണിലും കാണുന്നുള്ളൂ. അതാണ് വ്യത്യാസം. ഹിരണ്യകശിപു പറയുകയാണ്, അസത്യം പറയുന്ന നിന്റെ തല ഞാനിതാ വെട്ടി വീഴ്ത്താൻ പോകുന്നു. നീ ശരണം പ്രാപിച്ച നിന്റെ ഭഗവാൻ നിന്നെ രക്ഷിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. ഇങ്ങനെ കോപത്തോടെ പറഞ്ഞ് ഹിരണ്യകശിപു സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വാളൂരി പരമഭക്തനായ പ്രഹ്ലാദനെ കൊല്ലാനായി പാഞ്ഞു വന്നു. പ്രഹ്ലാദന് യാതൊരു പരിഭ്രമവും ഉണ്ടായില്ല. ഹിരണ്യകശിപു ചൂണ്ടിക്കാണിച്ച തൂണിലേക്ക് നോക്കി തൊഴുതുകൊണ്ട് നിന്നു. ഒരു സമയം എനിക്ക് കാണാൻ കഴിയാത്ത വിധത്തിലും പ്രഹ്ലാദന് കാണത്തക്ക വിധത്തിലും ഭഗവാൻ തൂണിലുണ്ടെങ്കിൽ ഭഗവാന്റെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ അവനെ കൊല്ലുന്നുണ്ട് എന്ന് നിശ്ചയിച്ചുകൊണ്ട് ഹിരണ്യകശിപു മുഷ്ടി ചുരുട്ടി ആ തൂണിൽ തൻ്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് ആഞ്ഞടിച്ചു. തൂണ് മാത്രം തകർന്നാൽ പോരാ, ഇവന്റെ ഭഗവാൻ ഇതിലുണ്ടെങ്കിൽ അവനും കൂടി തകരട്ടെ എന്ന് വിചാരിച്ചാണ് ഹിരണ്യകശിപു തൂണിൽ ശക്തിയായിട്ട് ഇടിച്ചത്. ആ സമയത്ത് തൂണിൽ നിന്ന് അത്യുച്ചത്തിൽ അതിഭയങ്കരമായ ഒരു അട്ടഹാസം മുഴങ്ങി. പ്രളയകാലത്ത് ബ്രഹ്മാണ്ഡം പൊട്ടിത്തെറിക്കുമെന്നും ആ സമയത്ത് ഇങ്ങനെ അതിഭയങ്കരമായ ശബ്ദം ഉണ്ടാകുമെന്നും ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാർ പറഞ്ഞിട്ടുണ്ട്. പ്രളയമടുത്തു, നമ്മുടെ ആയുസ് അവസാനിക്കാറായി എന്നാണ് തോന്നുന്നത് എന്ന് ദേവന്മാർക്ക് തോന്നി. തന്റെ അട്ടഹാസമാണ് ഏറ്റവും വലുതെന്നും തനിക്ക് പ്രഹ്ലാദനെ നിഷ്പ്രയാസം കൊല്ലാൻ കഴിയുമെന്ന് ധരിച്ചിരുന്ന ഹിരണ്യകശിപു മുൻപൊരിക്കലും കേൾക്കാത്ത വിധത്തിലുള്ള ഈ അട്ടഹാസം കേട്ടതോടെ അതിന്റെ ഉറവിടമേതെന്ന് ആശ്ചര്യത്തോടെ നോക്കി. ഒന്നും കാണാൻ കഴിഞ്ഞില്ല. തൂണിൽ നിന്ന് പുറപ്പെട്ട ഭീകരമായ അട്ടഹാസം കേട്ട അസുരന്മാർ കാറ്റിൽ അരയാലില പോലെ ഭയപ്പെട്ടു വിറയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെ ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാർ പ്രളയത്തെ നേരിടാൻ തയ്യാറായി നിൽക്കെ തന്റെ അട്ടഹാസത്തെ പോലും നിഷ്പ്രഭമാക്കി തീർത്ത ഈ ഉഗ്രൻ ശബ്ദത്തിന്റെ ഉറവിടം ഏതാണെന്ന് ഹിരണ്യകശിപു ആശ്ചര്യത്തോടെ നോക്കി നിൽക്കെ അസുരന്മാർ കാറ്റിൽപ്പെട്ട ഇലകൾ പോലെ പേടിച്ചു വിറച്ചുകൊണ്ട് നിൽക്കെ പ്രഹ്ലാദൻ മാത്രം എല്ലാം ഭഗവത് കാരുണ്യമായി കണ്ടുകൊണ്ട് തൊഴുതുകൊണ്ട് അവിടെ തന്നെ ആ തൂണിലേക്ക് ഭഗവാൻ നരസിംഹ സ്വരൂപേണ അവതരിക്കുന്നത് കണ്ട് നോക്കി നിന്ന് തൊഴുകയാണ്. എന്തുകൊണ്ട് തൂണിൽ കാണുന്നില്ല എന്ന ഹിരണ്യകശിപു ചോദിച്ചപ്പോൾ ഞാൻ കാണുന്നു എന്ന് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞില്ലേ. തന്റെ ഭക്തന്റെ ആ വാക്കിനെ സത്യമാക്കി തീർക്കുവാനും താൻ സർവത്ര നിറഞ്ഞവനാണെന്ന് ലോകത്തിന് ബോധ്യമാക്കി കൊടുക്കുവാനുമായി അത്യത്ഭുതകരവും മനുഷ്യനും മൃഗവുമല്ലാത്തതുമായ സ്വരൂപത്തോടെ തൂണിൽ നിന്ന് ഭഗവാൻ നരസിംഹ സ്വരൂപമായി പ്രത്യക്ഷപ്പെട്ടു. 4 ഭാഗത്തേക്കും നിൽക്കുന്ന ഹിരണ്യകശിപു തൂണിൽ നിന്ന് തന്റെ നേരെ നടന്നെടുക്കുന്ന ഉഗ്രസിംഹാരമൂർത്തിയെ കണ്ട് കഴുത്തിന് മേലോട്ട് സിംഹം, കഴുത്തിന് താഴെ മനുഷ്യൻ, സിംഹവും മനുഷ്യനും കൂടിച്ചേർന്ന ഈ അത്ഭുത ജീവി ആരാണെന്ന് ഹിരണ്യകശിപു സൂക്ഷിച്ചു നോക്കി. ഇതാരായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ഹിരണ്യകശിപുവിന്റെ മുന്നിൽ അതിഭയാനക രൂപമായ നരസിംഹമൂർത്തി നിന്നു. തീയിലിട്ട് പഴുപ്പിച്ച സ്വർണം പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ, കുഞ്ചിരോമങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന കഴുത്ത്, പിളർന്ന വായ, ഭയങ്കരങ്ങളായിട്ടുള്ള ദംഷ്ട്രകൾ, ഇളകിക്കൊണ്ടിരിക്കുന്ന വാളുപോലെയുള്ള നാവ്, വളഞ്ഞ പുരികക്കുടികൾ, ഉയർന്നു നിൽക്കുന്ന കാതുകൾ, പർവ്വത ഗുഹ പോലെയുള്ള നാസാദ്വാരങ്ങൾ, കാതുകൾ വരെ വ്യാപിച്ച കോർവായകൾ, ആകാശം മുട്ടത്തക്ക വിധം ഉയർന്ന ശരീരം, തടിച്ച കഴുത്ത്, വിസ്തീർണമായ മാറിടം, ഒതുങ്ങിയ അരക്കെട്ട്, ചന്ദ്രരശ്മികളെ പോലെ ദേഹം മുഴുവൻ നിറയെ രോമങ്ങൾ, 8 തൃക്കൈകൾ, എല്ലാ കൈകളിലും കൂർത്തുമൂർത്ത നഖങ്ങൾ,
കൈകളിൽ ധരിച്ച ചക്രം, ഗദ, വാൾ, വില്ല് മുതലായ ആയുധങ്ങളെ കൊണ്ട് അസുരന്മാരെ ഭയപ്പെടുത്തി ഓടിച്ചുകൊണ്ട് നിൽക്കുന്ന നരസിംഹമൂർത്തിയെ കണ്ട ഹിരണ്യകശിപു വിചാരിച്ചു, അപാര ശക്തിയോടുകൂടിയ വിഷ്ണു തന്നെയാണിത്. എന്നെ കൊല്ലാൻ തന്നെയാണ് ഈ സ്വരൂപത്തിൽ അവതരിച്ചിരിക്കുന്നത്. അതിനാൽ പരിഭ്രമിച്ചതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ഇങ്ങനെ നിശ്ചയിച്ച് ഹിരണ്യകശിപു ഗദയും കൊണ്ട് ഭഗവാന്റെ നേരെ ചാടി. നരസിംഹമൂർത്തിയുടെ ഉഗ്ര തേജസ്സിൽ കുറെ നേരത്തേക്ക് തീയിൽ വീണ പാറ്റ എന്ന പോലെ ഹിരണ്യകശിപുവിനെ കാണാൻ കഴിഞ്ഞില്ല. ഹിരണ്യകശിപു കോപത്തോടെ ഗദ കൊണ്ട് ഭഗവാനെ ആഞ്ഞടിച്ചു. അസുരനെ ഭഗവാൻ കടന്നു പിടിച്ചു. ഹിരണ്യകശിപു കുതറിമാറി. മേഘം മറഞ്ഞു നിൽക്കുന്ന ദേവന്മാരും ഋഷികളും ഹിരണ്യകശിപുവിന് ഭഗവാനേക്കാൾ ശക്തി കൂടുമോ, അതാണോ അവിടുത്തെ പിടിയിൽ നിന്ന് വിട്ടുപോകുന്നത് എന്ന് വിചാരിച്ചു. ഹിരണ്യകശിപു തൻ്റെ ശക്തി കൊണ്ടാണ് ഭഗവാന്റെ പിടിയിൽ നിന്ന് വിട്ടുപോകുന്നത് എന്നാണ് വിചാരിച്ചത്. വാളും പരിചയമെടുത്ത് അദ്ദേഹം ഭഗവാനോട് യുദ്ധം ആരംഭിച്ചു. വാളും പരിചയം ധരിച്ച് കഴുകൻ ആകാശത്തിലെന്ന പോലെ അതിവേഗത്തിൽ സഞ്ചരിച്ച് പൊരുതുന്നവനായ ഹിരണ്യകശിപു കുറെ നേരം നരസിംഹമൂർത്തിയോട് യുദ്ധം ചെയ്തു. ഏതാണ്ട് സന്ധ്യയോട് അടുക്കാറായപ്പോൾ നരസിംഹ ഭഗവാൻ ഉച്ചത്തിൽ ഒരു സിംഹനാദം മുഴക്കി. അത് കേട്ടു ഞെട്ടി ഹിരണ്യകശിപു ഒരു നിമിഷം കണ്ണുകളടച്ചു. ഉടനെ ഭഗവാൻ ഹിരണ്യകശിപുവിനെ കടന്നു പിടിച്ചു. ഭഗവാന്റെ പിടിയിൽ നിന്ന് വിട്ടുപോരാൻ അസുരൻ കഴിവതും ശ്രമിച്ചു. സാധിച്ചില്ല. ബ്രഹ്മദേവൻ കൊടുത്ത വരമെല്ലാം സഫലമാക്കി തീർക്കാൻ നിശ്ചയിച്ചു ഭഗവാൻ. ബ്രഹ്മദേവന്റെ സൃഷ്ടിയല്ലല്ലോ ഭഗവാൻ, മനുഷ്യനും മൃഗവുമല്ല. സന്ധ്യാസമയം ആണ്, രാത്രിയും പകലുമല്ല. അപ്പോൾ ബ്രഹ്മദേവന്റെ സൃഷ്ടിയിൽ ആരും എന്നെ കൊല്ലരുതെന്നായിരുന്നു വരം വാങ്ങിച്ചത്. ബ്രഹ്മദേവൻ സൃഷ്ടിച്ചതല്ലല്ലോ നരസിംഹ ഭഗവാനെ. പിന്നെ രാത്രിയും പകലും കൊല്ലരുതെന്ന് വരം മേടിച്ചു. അതുകൊണ്ട് രാത്രിയും പകലുമല്ല, സന്ധ്യാസമയമാണ്. സഭയുടെ വാതിൽപ്പടി അകവും പുറവുമല്ലല്ലോ. അപ്പോൾ ആ മണ്ഡപത്തിന്റെ വാതിൽപ്പടിയിലാണ് ഭഗവാൻ ഹിരണ്യകശിപുവിനെ കൊണ്ട് വന്നിരുന്നത്. ഭഗവാനിൽ പഞ്ചഭൂതങ്ങളില്ലാത്തതിനാൽ അവിടുത്തെ മടിയിൽ ആകാശവും ഭൂമിയും ഇല്ല. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തിൽ ജീവിക്കുന്ന ആത്മാവാണ് എന്ത് കാണുന്നത്? ആകാശവും ഭൂമിയൊക്കെ കാണുന്നത്. അപ്പോൾ എന്നെ ആകാശത്തിലും ഭൂമിയിലും വെച്ച് കൊല്ലരുതെന്നാണ് വരം വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ മടിയിൽ ഇരിക്കുന്നവന് ആകാശവും ഭൂമിയും ഒന്നും, ഭഗവാൻ അതിനെയൊക്കെ ഭേദിക്കുന്ന ആളല്ലേ. അപ്പോൾ അവിടെ ആകാശവും ഭൂമിയൊന്നും ഇല്ല ഭഗവാന്റെ മടിയിൽ. നഖങ്ങൾക്ക് ജീവനുണ്ടെന്ന് പറയാം, ഇല്ലെന്നും പറയാം. നഖങ്ങൾ ആയുധങ്ങളൊന്നും ഉപയോഗിച്ച് കൊല്ലരുതെന്നാണ്. അപ്പോൾ ഇവിടെ ആയുധങ്ങൾ അല്ല, നഖങ്ങൾ ഉപയോഗിച്ചാണ് കൊന്നത്. അപ്പോൾ ആ നഖങ്ങൾ ഉപയോഗിച്ച് ഭഗവാൻ അവൻ്റെ വയറ് വലിച്ചു പിളർക്കുകയാണ്. അങ്ങനെ വരങ്ങളെല്ലാം പാഴാക്കിക്കൊണ്ട് സന്ധ്യാസമയത്ത് സഭയുടെ വാതിൽ പടിയിലിരുന്ന് ഹിരണ്യകശിപുവിനെ തൻ്റെ മടിയിൽ കിടത്തി നരസിംഹ ഭഗവാൻ ഹിരണ്യകശിപുവിൻ്റെ മാറിടം നഖങ്ങളെ കൊണ്ട് പിളർന്നു. ഹൃദയം പറിച്ചെടുത്തു, കുടൽമാലകൾ വലിച്ചെടുത്തു, അത് തൻ്റെ കഴുത്തിലണിഞ്ഞു. മരിച്ച അസുരൻ്റെ ശരീരം വലിച്ചെറിഞ്ഞു. നരസിംഹമൂർത്തി ആനയെ കൊന്ന സിംഹത്തെ പോലെ അതിഭയങ്കരമായി ശോഭിച്ചു. ഹിരണ്യകശിപുവിനെ കൊന്ന ശേഷം അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും ആയുധധാരികളായ ആയിരക്കണക്കിന് അസുരന്മാരും ഭഗവാൻ അവരെയെല്ലാം നഖങ്ങൾ ആയുധങ്ങളാക്കി കാൽച്ചുവട്ടിൽ ഇട്ട് സംഹരിച്ചു. ബാക്കി അസുരന്മാരെല്ലാം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. നരസിംഹമൂർത്തിയായ ഭഗവാന്റെ കുഞ്ചിരോമങ്ങളുടെ അടിയേറ്റ് മേഘങ്ങൾ ചിന്നിച്ചിതറിപ്പോയി. അവിടുത്തെ കണ്ണുകളുടെ പ്രകാശത്താൽ ശുക്രൻ, ബൃഹസ്പതി മുതലായ ഗ്രഹങ്ങൾ നിഷ്പ്രഭങ്ങളായി തീർന്നു. അവിടുത്തെ ശ്വാസോച്ഛ്വാസത്താൽ സമുദ്രത്തിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടായി. ഭഗവാന്റെ അട്ടഹാസങ്ങൾ കേട്ട് ദിഗ്ഗജങ്ങൾ പൊട്ടിക്കരഞ്ഞു. നരസിംഹ ഭഗവാന്റെ പിരടി രോമങ്ങളുടെ അടിയേറ്റ് വിമാനങ്ങൾ നിറഞ്ഞ അന്തരീക്ഷ ലോകം
ചലിച്ചുപോയി. ഭഗവാന്റെ ഓരോ കാൽവെപ്പിലും ഭൂമി കുലുക്കം അനുഭവപ്പെട്ടു. സഞ്ചാര വേഗത്താൽ പർവ്വതങ്ങൾ പുഴങ്ങി വീണു. ഭഗവാന്റെ തേജസ് കൊണ്ട് ആകാശവും ദിക്കുകളും ശോഭ മങ്ങിയതായി തീർന്നു. അനന്തരം രാജസഭയിൽ ഹിരണ്യകശിപുവിന്റെ ഉത്കൃഷ്ട സിംഹാസനത്തിൽ നരസിംഹമൂർത്തിയായ ഭഗവാൻ ഇരുന്നു. യുദ്ധത്തിന് തക്ക എതിരാളികളെ ആരെയും കാണാത്തതിനാൽ ഭഗവാൻ ക്രുദ്ധനായിരുന്നു. ഉഗ്രമായ മുഖത്തോടും പരിപൂർണ തേജസ്സോടും കൂടിയ നരസിംഹമൂർത്തിയെ സമീപിക്കാൻ പോലും ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. 3 ലോകങ്ങൾക്കും ഉപദ്രവകാരിയായിരുന്ന അസുരനെ ഭഗവാൻ യുദ്ധത്തിൽ കൊന്ന വിവരമറിഞ്ഞ ദേവസ്ത്രീകൾ ആകാശത്തിൽ വന്ന് സന്തോഷ ആധിക്യത്തോടെ അവിടുത്തെ ശിരസിൽ പുഷ്പവൃഷ്ടി ചെയ്തു. അസുരവധം കഴിഞ്ഞ സിംഹാസനത്തിൽ ഇരുന്നരുളുന്ന ഉഗ്ര നരസിംഹമൂർത്തിയെ കാണാനായി ആകാശത്തിൽ ദേവന്മാർ വിമാനങ്ങളിൽ വന്നു നിറഞ്ഞു. വേദവാദ്യങ്ങൾ മുഴങ്ങി. ഗന്ധർവന്മാർ പാട്ടുപാടി. അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു. അനന്തരം ബ്രഹ്മാവ്, ശ്രീ പരമേശ്വരൻ, ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, നാഗങ്ങൾ, മനുക്കൾ, പ്രജാപതികൾ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, ചാരണന്മാർ, യക്ഷന്മാർ, കിംപുരുഷന്മാർ, വേതാളങ്ങൾ, കിന്നരന്മാർ, സുനന്ദൻ, നന്ദൻ, കുമുദൻ എന്നീ വിഷ്ണു പാർഷദന്മാർ മുതലായവരെല്ലാവരും ശിരസിൽ കൈകൂപ്പി തൊഴുതുകൊണ്ട് നരസിംഹ മൂർത്തിയെ, സിംഹാസനത്തിൽ ഇരുന്നരുളുന്ന ആ മൂർത്തിയെ കയ്യെത്താത്ത ദൂരത്തിൽ നിന്ന് സ്തുതിക്കുവാൻ തുടങ്ങി. അധികം അടുത്തു ചെന്നാൽ ഹിരണ്യകശിപുവിന് പറ്റിയ പോലെ തനിക്കും സംഭവിച്ചെങ്കിലോ എന്ന ഭയത്തിൽ അധികം അടുത്തു പോകാതെ അല്പം ദൂരത്തിൽ നിന്നാണ് എല്ലാവരും സ്തുതിച്ചത്. ബ്രഹ്മദേവൻ സ്തുതിക്കുകയാണ്. അവസാനമില്ലാത്തവനും അവസാനിക്കാത്ത ശക്തികളോടു കൂടിയവനും അത്ഭുതകരമായ പരാക്രമത്തോടു കൂടിയവനും നിർമ്മല ലീലകളോടു കൂടിയവനും ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സത്വരജസ് തമസ് എന്നീ 3 ഗുണങ്ങളെ കൊണ്ട് നിർവഹിക്കുന്നവനും നിർവികാര സ്വരൂപനുമായ അങ്ങേയ്ക്ക് നമസ്കാരം. അപ്പോൾ പരമശിവൻ സ്തുതിക്കുന്നു, പ്രളയകാലത്ത് സർവസംഹാരത്തിനു വേണ്ടി മാത്രമല്ലേ അങ്ങ് കോപിക്കേണ്ടതായിട്ടുള്ളൂ? നിസ്സാരനായ ഈ അസുരൻ മരിച്ചു കഴിഞ്ഞുവല്ലോ. അവന്റെ മകനും സ്വന്തം ഭക്തനുമായ പ്രഹ്ലാദനെ, ഭക്തവത്സലനായ ഭഗവാനെ അവിടുന്ന് രക്ഷിച്ചാലും. ഇന്ദ്രൻ സ്തുതിക്കുകയാണ്, പരമപുരുഷനായ ഭഗവാനെ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഹവിർഭാഗങ്ങൾ അവിടുന്ന് വീണ്ടെടുത്തു തന്നു. അസുര ചിന്തയാൽ വ്യാകുലരായിരിക്കുന്നതും അവിടുത്തെ വാസസ്ഥാനമായ ഞങ്ങളുടെ മനസ്സ് വികസിപ്പിക്കപ്പെട്ടു. ഇന്ദ്രപദവി ഒരു മന്വന്തരകാലം മാത്രം നിലനിൽക്കുന്നതല്ലേ? അവിടുത്തെ ഉത്തമ ഭക്തന്മാർ മുക്തിയെപ്പോലും ആഗ്രഹിക്കുക പതിവില്ല. ഒന്നിനെയും ആഗ്രഹിക്കാതെ അങ്ങയെ സർവാത്മന സ്നേഹിക്കലാണ് ശരിയായ ഭക്തി. ആ ഏകാന്ത ഭക്തിക്ക് മുന്നിൽ ഇന്ദ്രപദവി എത്രയോ തുച്ഛമാണ് ഭഗവാനെ. അതിനുശേഷം ഋഷികൾ സ്തുതിക്കുന്നു, ഭഗവാനെ, അവിടുന്ന് ഈ പ്രപഞ്ചത്തെ ആദിയിൽ സൃഷ്ടിച്ചത് തപസ്സുകൊണ്ടാണ്. ആ തപസ് അങ്ങ് ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നിരുന്നു. ഞങ്ങൾ തപസ്സുകൊണ്ട് നിന്തിരുവടിയെ ആരാധിച്ചു കഴിഞ്ഞു വരികയായിരുന്നു. ഹിരണ്യകശിപു ഞങ്ങളുടെ തപസ്സെല്ലാം മുടക്കി. ശരണം പ്രാപിച്ചവരെ രക്ഷിക്കുന്ന അവിടുന്ന് ഞങ്ങൾക്ക് തപസ് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം വീണ്ടെടുത്ത് തന്നുവല്ലോ. അവിടുത്തെ അപാര കാരുണ്യം. ഇനി പിതൃക്കളുടെ സ്തുതിയാണ്. ഞങ്ങളുടെ പുത്രന്മാർ കൊല്ലംതോറും സമർപ്പിക്കുന്ന ശ്രാദ്ധങ്ങളും വിശേഷ ദിവസങ്ങളിൽ അർപ്പിക്കുന്ന തിലോദകവും ഞങ്ങൾക്ക് കിട്ടാറില്ല. അതെല്ലാം കുറെ കാലമായി ഹിരണ്യകശിപുവാണ് അനുഭവിക്കുന്നത്. ആ അസുരന്റെ മാറിടം പിളർന്ന് കൊന്ന് ധർമ്മത്തെ രക്ഷിച്ച നരസിംഹമൂർത്തിക്ക് നമസ്കാരം. നിസിദ്ധന്മാരുടെ സ്തുതിയാണ്. ഞങ്ങൾക്ക് യോഗസിദ്ധികളാകുന്ന അണിമ, മഹിമ മുതലായവയെ തപസ്സിന്റെയും യോഗത്തിന്റെയും പ്രഭാവം കൊണ്ട് അപഹരിച്ചവനായ ഹിരണ്യകശിപുവിനെ നഖങ്ങളെ കൊണ്ട് മാറിടം പിളർന്ന് കൊന്ന നരസിംഹമൂർത്തിയെ നമസ്കരിക്കുന്നു. ഇനി വിദ്യാധരന്മാർ, ഈ സിദ്ധന്മാർ, വിദ്യാധരന്മാർ, പിതൃക്കൾ, ഋഷികൾ, ഇങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം, അപ്സരസുകൾ, കിംപുരുഷന്മാർ,
ഉരകങ്ങൾ, ഇതെല്ലാം ഇവർക്കെല്ലാം പ്രത്യേകം പ്രത്യേകം ലോകമുള്ളതാണ്. ഇപ്പോഴും ഇവരെല്ലാവരും അതാത് ലോകങ്ങളിലുള്ളതാണ്. വിദ്യാധരന്മാരുടെ സ്തുതി. ഭഗവാനെ, ആകാശ ഗമനം, അന്തർധാനം മുതലായ വിദ്യകളെ ധരിക്കുന്നവരാണ് ഞങ്ങൾ വിദ്യാധരന്മാർ. ബലം കൊണ്ടും വീര്യം കൊണ്ടും അഹങ്കരിച്ച ഹിരണ്യകശിപു ഞങ്ങളുടെ വിദ്യകളെയെല്ലാം തടഞ്ഞിരുന്നു. അദ്ദേഹത്തെ യുദ്ധത്തിൽ നിഷ്പ്രയാസം സംഹരിച്ച നരസിംഹമൂർത്തിയെ ഞങ്ങൾ നിത്യവും നമസ്കരിക്കുന്നു. ഇനി നാഗങ്ങളുടെ സ്തുതിയാണ്. നാഗലോകത്തെ നാഗങ്ങൾ. ഞങ്ങളുടെ സ്ത്രീരത്നങ്ങളെയും ശിരസിലെ രത്നങ്ങളെയും അപഹരിച്ച പാപിയായ ഹിരണ്യകശിപുവിൻ്റെ മാറിടം പിളർന്നു കൊന്ന് ഞങ്ങൾക്ക് സന്തോഷം തന്ന് അനുഗ്രഹിച്ച അവിടുത്തേക്ക് നമസ്കാരം. ഇനി മനുക്കൾ, മന്വന്തര അധിപന്മാരാണ് മനുക്കൾ, അവരുടെ സ്തുതി. ഭഗവാനെ, അവിടുത്തെ ആജ്ഞയനുസരിച്ച് ധർമ്മപരിപാലനം ചെയ്യുന്ന മനുക്കളാണ് ഞങ്ങൾ. ഹിരണ്യകശിപു ഞങ്ങളുടെ ധർമാചരണമെല്ലാം മുടക്കിയിരുന്നു. ദുഷ്ടനായ അവനെ അങ്ങ് നിഷ്കരുണം വധിച്ചു. ദാസന്മാരായ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അരുളി ചെയ്താലും. ഇനി പ്രജാപതികൾ എന്ന് വെച്ചാൽ കശ്യപ പ്രജാപതി, ദക്ഷ പ്രജാപതി, അതുപോലെ ആദ്യമായിട്ട് ഭൂമിയിൽ പ്രജകളെ സൃഷ്ടിക്കാൻ വേണ്ടി ബ്രഹ്മദേവൻ മനസ്സുകൊണ്ട് സൃഷ്ടിച്ചവരാണ് പ്രജാപതികൾ. അവരുടെ സ്തുതി. അല്ലയോ ഭഗവാനെ, ഞങ്ങൾ പ്രജാപതികളാണ്, പ്രജാസൃഷ്ടി ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ സൃഷ്ടി ഹിരണ്യകശിപു മുടക്കിയിരുന്നു. അദ്ദേഹം ഇതാ മാരടം പിളർന്ന് മരിച്ചു കിടക്കുന്നു. ലോകത്തിനു മുഴുവൻ മംഗളം ഉണ്ടാക്കി തീർക്കാനാണല്ലോ സത്വഗുണത്തിലൂടെയുള്ള അവിടുത്തെ ഈ അവതാരം. ഇനി ഗന്ധർവന്മാരുടെ സ്തുതിയാണ്. സർവസമർത്ഥനായ ഭഗവാനെ, ഞങ്ങൾ പാട്ട്, നാടകം, നൃത്തം ഇവയിലൂടെ നിന്തിരുവടിയെ സേവിച്ചു കഴിയുന്നവരാണ്. വീര്യം, ബലം, ഓജസ് എന്നിവയാൽ അഹങ്കാരവും നൃത്തവും ചെയ്യുന്നവരാക്കി ഞങ്ങളെ ഹിരണ്യകശിപു മാറ്റി. അവൻ അങ്ങയുടെ തൃക്കൈ കൊണ്ട് ഈ അവസ്ഥയെ പ്രാപിച്ചു. അധർമ്മിയായ ഏതൊരുവനാണ് ഇനിയും ക്ഷേമമുണ്ടാവുക? ചാരണന്മാർ, സിദ്ധന്മാർ, ഗന്ധർവന്മാർ, ചാരണന്മാരുടെ സ്തുതി. ഭഗവാനെ, മോക്ഷാനുഭൂതിയെ തന്നനുഗ്രഹിക്കുന്ന നിന്തിരുവടിയുടെ പാതാരബിന്ദങ്ങളെ ഞങ്ങൾ ആശ്രയിക്കുന്നു. സജ്ജനങ്ങൾക്ക് എന്നും ഹൃദയവേദനയ്ക്ക് കാരണമായ അസുരൻ അങ്ങയാൽ വധിക്കപ്പെട്ടുവല്ലോ. അങ്ങയ്ക്ക് സഹസ്രകോടി പ്രണാമങ്ങൾ. ഇനി യക്ഷന്മാരുടെ സ്തുതി. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ശബ്ദാദി വിഷയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിങ്ങനെയുള്ള 24 തത്വങ്ങളുടെ നിയന്താവായ അല്ലയോ ഭഗവാനെ, ഞങ്ങൾ നിന്തിരുവടിയുടെ ദാസന്മാരാണ്. അങ്ങയെ പ്രീതിപ്പെടുത്തുവാനുള്ള കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചവരാണ്. ഈ അസുരൻ ഞങ്ങളെ അവൻ്റെ പല്ലക്കെടുക്കുന്നവരാക്കി തീർത്തു. ഭക്തന്മാരുടെ സങ്കടമറിയുന്ന അവിടുന്ന് അവനെ സംഹരിച്ച് ഞങ്ങളുടെ സങ്കടം തീർത്തു തന്നുവല്ലോ. കിംപുരുഷന്മാർ സ്തുതിക്കുകയാണ്. ഞങ്ങൾ നിസ്സാരന്മാരായ കിംപുരുഷന്മാരാണ്. അവിടുന്ന് മഹാപുരുഷനായ ഈശ്വരനാണ്. ദുഷ്ടനായ ഈ അസുരൻ സജ്ജന ശാപം കൊണ്ട് നശിച്ചുവല്ലോ. ഞങ്ങളുടെ ഭാഗ്യം. കിംപുരുഷ ലോകത്താണ് നമ്മുടെ ബാലി, സുഗ്രീവൻ, ഹനുമാൻ സ്വാമി ഇവരുടെയൊക്കെ വാനരന്മാരുടെ ലോകമാണ് കിംപുരുഷ ലോകം. ഇനി വൈതാളികന്മാർ സ്തുതിക്കുകയാണ്. സജ്ജനങ്ങളുടെ ഓരോ സഭയിലും സദസ്സിലും നിന്തിരുവടിയുടെ മഹിമയെ കീർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് വൈതാളികന്മാരായ ഞങ്ങൾ. ദുഷ്ടനായ ഹിരണ്യകശിപു അതെല്ലാം മുടക്കിയിരുന്നു. ഞങ്ങളുടെ ഭാഗ്യാതിരേകത്താൽ അവിടുന്ന് അവനെ സംഹരിച്ചുവല്ലോ. ഇനി കിന്നരന്മാരുടെ സ്തുതി. ഭഗവാനെ, ഞങ്ങൾ കിന്നരന്മാരാണ്, അവിടുത്തെ ദാസന്മാരാണ്. ഈ അസുരൻ ഞങ്ങളെ പിടിച്ച് അവൻ്റെ അടിമപ്പണി ചെയ്യിക്കുകയായിരുന്നു. സകലവിധ ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്ന ഭഗവാനെ, പാപിയായ അവൻ നശിച്ചു. ഞങ്ങളുടെ രക്ഷിതാവായ നരസിംഹമൂർത്തി, അവിടുന്ന് ഭാവിയിലും എന്നെന്നും ഞങ്ങളുടെ രക്ഷിതാവായി തീരേണമേ. വിഷ്ണു പാർഷദന്മാരുടെ സ്തുതിയാണിനി. ഭഗവാനെ, ഇപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ അത്ഭുതകരമായ നരസിംഹ സ്വരൂപം കാണാൻ കഴിഞ്ഞു. ഈ ഹിരണ്യകശിപു സനകാദികളുടെ ശാപത്താൽ അസുരനായി തീർന്ന പാർഷദന്മാരിൽ ഒരാളായ ജയനല്ലേ. അവനെ കൊന്നത് ഒരു ജന്മം അവസാനിപ്പിച്ച് അനുഗ്രഹിക്കാനാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ ജൈവജന്മാരുടെ 3 ജന്മത്തിലെ ഒരു ജന്മമാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും അസുരന്മാരായിട്ട് ജനിച്ചത്.
അത് ഭഗവാന്റെ കൈകൊണ്ട് തന്നെ അവരെ നിഗ്രഹിച്ച് അവർക്ക് മോക്ഷം കിട്ടുമെന്നും ഭഗവാൻ അനുഗ്രഹം കൊടുത്തിരുന്നു. അതുകൊണ്ട് ആ അനുഗ്രഹമാണ് അവന് മരണത്തിലൂടെ ഭഗവാൻ കൊടുത്തതെന്നാണ് ഇവിടെ വിഷ്ണു പാർഷദന്മാര് സ്തുതിക്കുന്നത്. അങ്ങനെ നരസിംഹമൂർത്തിയായി ഭഗവാൻ അവതാരം ചെയ്ത് പ്രഹ്ലാദനെ രക്ഷിക്കുകയും ലോകത്തിന്റെ വിനാശകരമായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ട ഹിരണ്യകശിപുവിനെ അവസാനിപ്പിക്കുകയും ചെയ്തതോടുകൂടി ആ 8ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇനി സപ്തമസ്കന്ധം 9ാമത്തെ അധ്യായത്തിൽ പ്രഹ്ലാദ സ്തുതിയാണ്. അത് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. അപ്പോൾ ഹിരണ്യകശിപുവിന്റെ വധവും നരസിംഹമൂർത്തി നമ്മുടെ സങ്കല്പത്തിനും ചിന്തകൾക്കുമൊക്കെ ഉപരിയാണ്. 14 ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ മഹാകാരമായിട്ടുള്ള രൂപം, അതിൻ്റെ തേജസ് കൊണ്ട് സൂര്യചന്ദ്രന്മാർ പോലും നിഷ്പ്രഭമായി. ആ ഭഗവാന്റെ കുഞ്ചു രോമങ്ങളുടെ അടിയേറ്റ് മേഘങ്ങൾ പോലും ചിന്നിച്ചിതറിപ്പോയി. അപ്പോൾ മേഘങ്ങൾക്കും മീതെ ഭൂമി, സ്വർഗ, പാതാളങ്ങൾ, ത്രിലോകങ്ങളും ചേരുന്നതാണ് 14 ലോകങ്ങൾ. ഈ ലോകങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വിശ്വരൂപം തന്നെയാണ് നരസിംഹമൂർത്തി എന്ന ഉഗ്രമൂർത്തിയായി വന്ന ഭഗവാന്റെ രൂപം. ആ രൂപത്തെ നമുക്ക് സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുർനമാമ്യഹം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുർനമാമ്യഹം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുർനമാമ്യഹം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നരസിംഹമൂർത്തി നമ്മുടെ സംരക്ഷണ കവചമായി, നമ്മുടെ എല്ലാവരുടെയും രക്ഷയ്ക്കായി എപ്പോഴും ഉണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടെ ലോകാസമസ്ത സുഖിനോ ഭവന്തു.